ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫൂൽ എന്ന കവിതയാണ്. ഡോക്ടർ രാംദർശ് മിശ്ര ആണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയുടെ പേര് പോലെ തന്നെ പൂക്കളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണിത്. ബാസാർ മേ സജ പ്ലാസ്റ്റിക് കെ ഫൂലോं का उद्यान क्या गजब की रंगत है. ബാസാറു മേ സജ, ബാസാർ എന്ന് വെച്ചാൽ മാർക്കറ്റ്, മാർക്കറ്റിലെ സജ എന്ന് വെച്ചാൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള. പ്ലാസ്റ്റിക് ഫൂലോ കാ ഉദ്യാൻ, പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഉദ്യാനം, ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം. ക്യാ ഗസബ് കി രംഗത്ത് ഹെ, എന്തൊരു ഗസബ് എന്ന് വെച്ചാൽ വിസ്മയകരമായ, രംഗത്ത് എന്ന് വെച്ചാൽ വർണ്ണഭംഗി, എന്തൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു സീനാണത്, കാഴ്ചയാണത്. ജേസെ ബിനാ മോസം ബഹാർ ആ ഗയി ഹോ, ഇപ്പോ വസന്തകാലം അല്ലാഞ്ഞിട്ട് പോലും വസന്തം വന്നതുപോലെയാണ് അദ്ദേഹത്തിന്, കവിക്ക് ഈ ഒരു ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത്. ബിനാ മോസം എന്ന് വെച്ചാൽ സീസൺ അല്ലാഞ്ഞിട്ട് കൂടി, ബഹാർ എന്ന് വെച്ച് കഴിഞ്ഞാല് വസന്തകാലം. ഓക്കെ. നാ മിट्टी गोड़ने की समस्या, ना खाद ना पानी, ना चिड़ियों से रखवाली, ना मौसम का इंतजार. ना मिट्टी, മണ്ണ് വേണ്ട. നാ മിट्टी गोड़ने की समस्या, അതായത് എന്തെങ്കിലും പാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി വെക്കുന്നതിന് മുൻപ് മണ്ണിനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് വെറ്റാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിർത്ത് എടുക്കണം. അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇത്തരം പൂക്കൾ പിടിപ്പിക്കാനായിട്ട്. നാ ഖാദ് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ, വളം ഇടേണ്ട ആവശ്യമില്ല. പാനി, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നാ ചിടിയോ സെ റഖ്വാലി, ചെറിയ പക്ഷികളും കിളികളൊക്കെ കൊടുക്കുന്ന പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. റഖ്വാലി കാരണം വെച്ചാൽ സംരക്ഷണം കൊടുക്കുക, സംരക്ഷിക്കുക. നാ മോസം കാ ഇന്തിസാർ, ആ ഒരു മോസം സീസൺ വരാനായിട്ട് ഇന്തിസാർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്താണ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏക് ഹി ഭാവ് സെ ഹമേഷ ദഹക്തേ രഹത്തെ ഹൈ യേ ഫൂൽ. ദഹക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വലിക്കുക. ഏക് ഹി ഭാവ് സെ, ഒരേ ഭാവത്തോട് കൂടിയിട്ട്, ഹമേഷ എപ്പോഴും, ദഹക്തേ രഹത്തെ ഹൈ യേ ഫൂൽ, എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും ഈ പൂക്കൾ. മേ ഇൻഹെ ദേർ തക് ദേഖ്താ രഹാ, ഫിർ ആँखों में उतरा गए छुपते हुए से अपने आंगन के खिलते मुरझाते फूल. അപ്പോ മേ ഇൻഹെ ദേർ തക് ദേഖ്താ രഹാ, ഞാൻ ഈ പൂക്കളെ ദേർ തക്, ഒരുപാട് സമയത്തോളം, ദേഖ്താ രഹാ നോക്കിക്കൊണ്ടേയിരുന്നു. ഫിർ ആँखों में, എന്നിട്ട് പിന്നെ കണ്ണുകളില്, ഉത്തരാ ഗയെ ചുപ്തേ ഹുവേ സെ അപ്നെ ആംഗൻ കെ ഖിൽത്തെ മുർജാത്തെ ഫൂൽ, പിന്നീട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കുത്തിക്കയറുന്നത് പോലെ തോന്നി. എന്താണെന്നറിയോ, ചുബ്ന എന്ന് വെച്ചാൽ കുത്തിക്കയറുക. അപ്നെ ആംഗൻ കെ, തന്റെ മുറ്റത്തെ, ഖിൽത്തെ മുർജാത്തെ ഫൂൽ, ഖിൽത്തെ മുർജാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിരിയുകയും വാടിപ്പോവുകയും ചെയ്യുന്ന, ഖിൽന വിരിയുക, മുർജാന വാടിപ്പോവുക ചെയ്യുന്ന പൂക്കൾ. അതായത് ഈ പൂക്കളുടെ, ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള, ഒറിജിനൽ ആയിട്ടുള്ള പൂക്കളില്ലേ, അത് മോശമായിട്ട് തോന്നാൻ തുടങ്ങി. കണ്ണിലെ കരടാവുക എന്നൊക്കെ പറയില്ലേ, അതാണ് അവസാനത്തെ രണ്ട് വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗർ പഹുച്തേ ഹി ഉൻഹെ ഉഖാഡ് ഫേക്ക, അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ അത് ഉഖാഡ് ഫേക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറിച്ചെറിഞ്ഞു. और दहकते हुए बाजार से सजा दिया घर के पूरे अंतराल में. എന്നിട്ട് ഈ പറയുന്ന ജ്വലിക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിന്റെ, ആ പൂക്കള് മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് തന്റെ ഘർ കെ പൂരെ അന്തരാൽമേ, വീട്ടിലെ മുഴുവൻ സ്ഥലത്തും ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന ചെടികളും പൂക്കളും പറിച്ചു കളഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്ന് വെച്ചു. ദിൻ ബീത്തെ, മഹീനെ ബീത്തെ, മോസം ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞു, മഹീനെ മാസങ്ങൾ കഴിഞ്ഞു, മോസം എന്താണ് സീസൺസ് പലതും കഴിഞ്ഞുപോയി. സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേ ഡൂബാ രഹ, എന്റെ വീട്, സാരാ ഘർ വീട് മുഴുവനും, ഏക് രസ് എന്ന് വെച്ചാൽ ഒരേ ഒരു ഭാവത്തോടു കൂടി, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, കുറെ കാലങ്ങളായിട്ട് ആ ഒരേ കളറുള്ള പൂക്കൾ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലും ആ കളറാണ് ഫുള്ളായിട്ടും ഉണ്ടായിരുന്നത്. ഹവാവോനെ കഹ, കാറ്റ് പറയാനായിട്ട് തുടങ്ങി. എന്ത്? ഹമേ ഗന്ധ് ചാഹിയെ, ഞങ്ങൾക്ക് സുഗന്ധം വേണം. മേ ചുപ് രഹ, ഞാനൊന്നും പറഞ്ഞില്ല. മധുമഖിയോനെ കഹ, മധുമഖി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ എന്താ പറഞ്ഞത്? ഹമേ റസ് ചാഹിയെ, ഞങ്ങൾക്ക് തേൻ വേണം. മേ ചുപ് രഹ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടിയില്ല. തിത്ലിയോനെ കഹ, ബട്ടർഫ്ലൈസ്, തിത്ലി പറഞ്ഞ പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈസ് പറഞ്ഞു. ഹമേ കോമൽ സ്പർശ് ചാഹിയെ, ഞങ്ങൾക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള പൂക്കളുടെ സ്പർശം വേണമെന്ന്. മേ
मैं चुप रहा, ഞാൻ ഒന്നും മിണ്ടിയില്ല. മാ ने कहा मुझे पूजा के लिए फूल चाहिए, मैं चुप रहा. എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടിയില്ല. പത്നി ने कहा मुझे वेणी के लिए फूल चाहिए, പത്നി പറഞ്ഞു എനിക്ക് മുടിയിൽ ചൂടാനായിട്ട് പൂക്കൾ വേണം. मैं चुप रहा, ഞാൻ ഒന്നും മിണ്ടിയില്ല. लेकिन जब बच्चे ने कहा बापू मुझे फूल चाहिए फूलों की पहचान के लिए, പക്ഷേ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് ബാപ്പു മുझे फूल चाहिए फूलों की पहचान के लिए, എനിക്ക് പൂക്കൾ വേണം പൂക്കളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്, പൂക്കളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. തോ मैं चुप ना रह सका, പക്ഷെ കുട്ടി ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നേരത്തെ ചെയ്തതുപോലെ മിണ്ടാതെ നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഹൃദയ് ഹാഹാകാർ കരുഠ. ഹാഹാകാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലൊരു പരിഭ്രമം, ഒരു ഭയമൊക്കെ വരാനായിട്ട് തുടങ്ങിയത്, വളരെയധികം വിഷമം വരാനായിട്ട് തുടങ്ങിയത്. കാരണം കുട്ടി വന്നിട്ട് ചോദിച്ചത് എനിക്ക് പൂ വേണം പൂക്കളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് പൂക്കൾ എന്താണ്, പൂക്കൾക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ടല്ലേ, അതിന് സ്മെല്ലുണ്ട്, അതിന് കളറുണ്ട്, അതിൽ തേനുണ്ട്, അതുപോലെ അത് സോഫ്റ്റ് ആണ്, അതിന് ഭംഗിയുണ്ട്. അപ്പം പൂ എന്തിനെയാണോ പ്രതിനിധാനം പ്രതിനിധീകരിക്കുന്നത് അതിന് വേണ്ടിയിട്ട്, ഒരു പൂവിനെ പൂവാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയാണ് എനിക്ക് പൂ വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായത്. ഹായ് മാനെ ക്യാ കർ ദിയ കി ബच्चे ഫൂലോ കി പെഹചാൻ സെ വഞ്ചിത് ഹോ ഗയേ. അപ്പം അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹായ് മാനെ ക്യാ കർ ദിയ, ഞാൻ ഇത് എന്താണ് ചെയ്തത്, എന്ത് അബദ്ധമാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. കി ബच्चे ഫൂലോ കി പെഹചാൻ സെ വഞ്ചിത് ഹോ ഗയേ, അതായത് കുട്ടികള് ഈ പൂക്കളുടെ ഐഡന്റിറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരായി. അതായത് കുട്ടികൾക്ക് പൂക്കളുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിൽ അവരെത്തിക്കുന്ന രീതിയിൽ എന്തൊരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. വഞ്ചിത് കർണ എന്ന് വെച്ചാൽ മാറ്റി നിർത്തപ്പെടുക. मैंने प्लास्टिक के सारे फूल तोड़ डाले और फावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा. അങ്ങനെ मैंने प्लास्टिक के सारे फूल തോട് ഡാലെ, ഞാൻ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പൂക്കളും പൊട്ടിച്ചെറിഞ്ഞു, വലിച്ചെറിയാണ്. ഓർ ഫാവ്ഡ ലേക്കർ, ഫാവ്ഡ വെച്ചാൽ ഈ കൈക്കോട്ടൊക്കെ ഉണ്ടല്ലോ മണ്ണ് കുഴിക്കാനായിട്ട്, അതെടുത്തിട്ട് പോവാണ്. അപ്നെ ആംഗൻ കി മിട്ടി സെ ജൂജ്നെ ലഗ, എന്നിട്ട് തന്റെ മുറ്റത്തെ മണ്ണുമായിട്ട് എന്താണ് പോരാടാനായിട്ട് തുടങ്ങി എന്നൊക്കെയാ പറയുന്നത്. ജൂജ്ന എന്ന് വെച്ചാൽ അതാണ് മൽപിടുത്തം നടത്തി എന്നൊക്കെ. അപ്പം ഈ മണ്ണ് കുഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. മിട്ടി മുസ്കുറായി, അങ്ങനെ മണ്ണ് കുഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ മണ്ണ് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുകയാണ്. മുസ്കുറാന എന്ന് വെച്ചാൽ എന്താണ്, പുഞ്ചിരിക്കുകയാണ്, പുഞ്ചിരിച്ചു. ഹവ ഖിൽഖിലായി, ആ കാറ്റിലും ആ സന്തോഷം കാണാനായിട്ടുണ്ടായിരുന്നു. ഖിൽഖിലാന എന്ന് വെച്ച് കഴിഞ്ഞാലും സന്തോഷത്തോടെ ചിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തില്. ജൽ കൽക്കൽ കൽക്കൽ ഗാനിലക, അതായത് വെള്ളവും ഈ കൽക്കൽ എന്നുള്ള ആ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് പ്രവഹിക്കാനായിട്ട് തുടങ്ങി. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ നിന്ന് അദ്ദേഹം നാച്ചുറൽ ആയിട്ടുള്ള ചെടികളും പൂക്കളും പറിച്ചെറിഞ്ഞു. എന്ത് കണ്ടിട്ടാണ്, മാർക്കറ്റിലെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട്. പിന്നീട് കാലങ്ങൾ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ കുട്ടികൾക്ക് പൂക്കൾ എന്താണ്, പൂക്കളുടെ ഐഡന്റിറ്റി എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു സാഹചര്യത്തിൽ താൻ അവരെ കൊണ്ടെത്തിച്ചു എന്ന് മനസ്സിലാവുകയും അപ്പൊ ആ തെറ്റ് തിരുത്താനായിട്ട് വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുകയാണ്, ഈ ചെടികൾ വീണ്ടും വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തിയപ്പോൾ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. താൻ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണ് എന്നുള്ള രീതിയിലാണ് മണ്ണും അതുപോലെ തന്നെ ജലവും കാറ്റും ഒക്കെ പ്രതികരിച്ചത് എന്നാണ് അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെ പലതും കണ്ടിട്ട് ആർട്ടിഫിഷ്യലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാച്ചുറലായി കിട്ടുന്നത് നശിപ്പിക്കുന്നത് നമുക്ക് തന്നെ വിനയായിട്ട് ഒരു കാലത്ത് വരും എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡോക്ടർ രാംദർശ് മിശ്രനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അദ്ദേഹം ജനിച്ചത് 15 अगस्त 1924 रामदर्श मिश्र हिंदी के प्रतिष्ठित साहित्यकार है. वे समर्थ कवि, उपन्यासकार और कहानीकार है. അപ്പം അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ്. പിന്നെ അദ്ദേഹം ഒരു കവി, അതുപോലെ തന്നെ ഉപന്യാസക്കാർ എന്ന് വെച്ചാൽ നോവലിസ്റ്റ്, കഹാനിക്കാർ എന്ന് വെച്ചാൽ കഥാകൃത്ത്, സ്റ്റോറി റൈറ്റർ എന്നുള്ള രീതിയിലൊക്കെ പ്രസിദ്ധനാണ്. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ, ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. പക് ഗയി ഹെ ധൂപ് ബാരിഷ് മേ ഭീഗ്തെ ബच्चे പാനി കെ പ്രാചീർ ജൽ ടൂട്ടാ ഹുവ തുടങ്ങിയവ
അദ്ദേഹത്തിന്റെ പ്രമുഖ് രചനായി എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. വ്യാസ് സമ്മാൻ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സേവേ സമ്മാനിത് ഹെ. വ്യാസ് സമ്മാൻ സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയ അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.